എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ ന്യൂസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ ആഴ്ച കുറേയധികം പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ആൻഡ് നമുക്ക് കുറേയധികം പുതിയ അപ്ഡേറ്റ്സും റൂമേഴ്സും ലീക്സും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും സമയം ഭയങ്കര വിലപ്പെട്ടത് തന്നെയാണ്. എനിക്കത് വേസ്റ്റ് ചെയ്യാൻ ഒരു രീതിയിൽ എനിക്ക് താല്പര്യമില്ല. അപ്പം നമുക്ക് തുടങ്ങിക്കളയാം. സോ സ്റ്റാർട്ടിങ് തന്നെ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡിസ്നിയുടെ സിനിമയായിട്ടുള്ള മുവാനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. അത് ഗ്ലോബലി 389 മില്യൺ ആണ് സത്യം പറഞ്ഞാൽ അത് ഗ്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ റിവ്യൂ ചെയ്തില്ലായിരുന്നു, കാരണം എനിക്കത് കാണാൻ പോകാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു നമ്മൾ റിവ്യൂ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ സിനിമ ഇപ്പം നല്ല രീതിയിൽ തന്നെ ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് മോന 2നെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് സിനിമയ്ക്ക് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ടെന്നും കൂടി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ മോനയുടെ ഒരു എൻഡ് ഗെയിമിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യണമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പിന്നെ റോക്ക് എണ്ണൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ ഒരു വലിയൊരു അപ്ഡേറ്റ് ഡിസ്നിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡ്പൂളിനകത്ത് കുറേയധികം സാധനങ്ങൾ അവർ സെൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിനൽ സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ. എസ്പെഷ്യലി അതിനകത്ത് എടുത്ത് പറയേണ്ട ഡിസ്നിയോട് അനുബന്ധമായിട്ടുള്ള മിക്കി മൗസിനെ കുറിച്ചിട്ടുള്ള കുറേയധികം ഡയലോഗ്സ് ഇതിനകത്ത് ഡെഡ്പൂൾ പറയുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് വന്ന സമയത്തേക്ക് ഡിസ്നിക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത കൊണ്ട് മാത്രമാണ് മിക്കി മൗസിൻ്റെ കുറേയധികം ഇത് അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ള വലിയൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. യെസ്, നമുക്കിനി സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിലേക്ക് തന്നെ നമുക്ക് നോക്കാം. യെസ്, ഡിസംബർ 13 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസമുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കൂടി തന്നെയാണ് ക്രേവൻ ദ ഹണ്ടറിന്റെ റിലീസ് ഡേറ്റ് ആണ്. പല ആൾക്കാർക്കും ഓർമ്മയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെ ഇപ്പം അടുത്തിടയിൽ 26 മിനിറ്റ് സത്യമനെ അവർ ക്രിട്ടിക്സിന് വേണ്ടിയിട്ട് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമ. അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ യൂട്യൂബിൽ ഒരു 8 മിനിറ്റ് ദീർഘ്യമുള്ള ഒരു ക്ലിപ്പും കൂടി നമുക്ക് ക്രേവൻ ദ ഹണ്ടറിന് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇതിനകത്ത് ആരോൺ ടൈലർ ജോൺസൺ ആണ് ഇതിനകത്ത് മെയിൻ ക്രേവൻ്റെ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് പുള്ളിക്കാരൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറിയും കൂടി തന്നെയായിരിക്കും ഈ സിനിമ. ആൻഡ് ഇതിനെ പ്രത്യേകതാക്കുന്ന മറ്റൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു R-റേറ്റഡ് സിനിമയാണ്. വെനത്തിന് പോലും അവർ സത്യം പറഞ്ഞാൽ ആ ഒരു അഡൾട്ട് റേറ്റിംഗ് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ക്രേവൻ ദ ഹണ്ടറിന് അവർ കൊടുക്കുന്നുണ്ട്. അത് എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ വെനം 3 അവർ ശരിക്കും നല്ല രീതിയിൽ തന്നെ കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. അത് സോണി ചെയ്തില്ല. പക്ഷേ വലിയൊരു അപ്ഡേറ്റ് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലും റൂമേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോണി ഈ പടം ഓസ്കറിൽ സെൻഡ് ചെയ്യാൻ പോകാന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇതുവരെ നമ്മൾ ആ ഒരു സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ SSUവിൽ നമ്മൾ കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തികച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പടമാണ് ക്രേവൻ ദ ഹണ്ടർ എന്നാണ് അവകാശപ്പെടുന്നത്. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി പ്ലോട്ട് ലൈൻ സത്യം പറഞ്ഞാൽ ചുമ്മാ ഈ ഒരു ക്യാരക്ടറിനെ സെറ്റപ്പ് ചെയ്യാനൊന്നും അല്ല നോക്കുന്നത്. ഒരു പ്രോപ്പർ ഒറിജിൻ സ്റ്റോറി കാണിക്കുന്നു. അതിന് ശേഷം സിനിമയുടെ അവസാനത്തേക്ക് വരുമ്പോഴത്തേ ഒരു ഫുൾ ഫ്ലഡ്ജ് വില്ലനായി മാറുന്ന ക്രേവൻ ദ ഹണ്ടറിനെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് ആരോൺ ടൈലർ ജോൺസന്റെ ഭാഗത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെ. ഇതിനു മുമ്പ് നമ്മൾ പുള്ളിക്കാരനെ കിക്കാസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിനകത്ത് ക്വിക്ക് സിൽവറിന്റെ ക്യാരക്ടറിനെയൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. പുള്ളിക്കാരൻ ഒരു കിടിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. പക്ഷേ ഈ സോണി തെണ്ടികൾ കൊണ്ടുപോയി ഇത് തൊലയ്ക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇനി നമുക്ക് നേരെ നമ്മുടെ ബ്രസീലിൽ സംഭവിക്കാണ്ടിരിക്കുന്ന CC XP കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം ഇതിനെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ജെയിംസ് ഗണ്ണിനോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സൂപ്പർമാൻ്റെ ട്രെയിലർ കാണാൻ കഴിയും, എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുമെന്നെല്ലാം ചോദിച്ചപ്പോഴും ജെയിംസ് ഗൺ പറഞ്ഞത് എനിക്ക് എന്താണെങ്കിലും വരാൻ സാധിക്കില്ല. ഞാൻ കുറേയധികം ട്രെയിലറിൻ്റെ വർക്കിലും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ സാധിക്കില്ലെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു രീതിയിൽ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. പക്ഷേ ഈ അടുത്തിടയിൽ ഒരു ആർട്ട് വർക്ക് സത്യം പറഞ്ഞ ഒരു ഫാൻ ജെയിംസ് ഗൺ അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഒഫീഷ്യൽ ആണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അൺഫോർച്യുനേറ്റ്ലി ഇത് ഒഫീഷ്യൽ അല്ല. പക്ഷേ എന്താണെങ്കിലും എനിക്കും ഭയങ്കര കൂളായിട്ട് തോന്നി ഈ ഒരു ആർട്ട് വർക്ക് എന്നുള്ള കാര്യമാണ് ജെയിംസ് ഗൺ പറഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷേ ജെയിംസ് ഗണ്ണിനോട് പിന്നെയും ആൾക്കാർ ചോദിക്കുന്നത് എന്നായിരിക്കും അപ്പോൾ ഇപ്പോൾ CC XPയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂപ്പർമാൻ്റെ ട്രെയിലർ എപ്പോൾ കാണാൻ കഴിയുമെന്ന് ചോദിക്കുന്നതിൽ പുള്ളിക്കാരൻ ഇത്രേ പറയുന്നുള്ളൂ. അതായത് ട്രെയിലർ ഉണ്ടാക്കുക എന്ന് പറയുന്നതും ഒരു വലിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് കുറച്ച് സമയം പ്രോസസ്സും ഒക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ വെയിറ്റ് ചെയ്തിരിക്കൂ, നമുക്ക് അടുത്ത് തന്നെ ലഭിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ബ്രസീലിൽ നമുക്ക് ലഭിക്കും എന്നുള്ള ചെറിയൊരു ഹിൻഡ് മാത്രമാണ് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സൂപ്പർമാൻ ലെഗസിക്ക് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമോ അല്ലെങ്കിൽ ട്രെയിലർ തന്നെ നമുക്ക് ലഭിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ സൂപ്പർമാൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. മറ്റൊന്നുമല്ല, CWയുടെ സൂപ്പർമാൻ ആൻഡ് ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഫൈനലി അവസാനിച്ചിരിക്കുക തന്നെയാണ്. കാരണം നമുക്കറിയാം ഇതിനു മുമ്പ് ആരോവേഴ്സിൽ കൂടി നമുക്ക് കുറേയധികം DC ക്യാരക്ടേഴ്സിൻ്റെ സീരീസ് എല്ലാം നമ്മൾ CW
ചാനലിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ അവസാനമായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ സൂപ്പർമാൻ ആൻഡ് ലൂയിസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇത്രയും പറയുള്ളൂ, 4 സീസൺ ഉണ്ടെങ്കിലും അവർക്ക് സീസൺ ഫിനാലെ പൊളിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇത്രയും പറയുള്ളൂ, നേരത്തെ നമ്മുടെ മീം വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഡൂംസ്ഡേ അവർ ചെയ്തത് ഇങ്ങനെയാണ് ഡൂംസ്ഡേ ചെയ്യേണ്ടത്. സിനിമയ്ക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് CWക്കാർ TV-യിൽ അവർ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് നല്ലൊരു സീസൺ ഫിനാലയും കൂടി തന്നെയാണ് നമുക്ക് സൂപ്പർമാൻ ആൻഡ് ലൂയിസിൻ്റെ നമുക്ക് സീസൺ 4 നമുക്ക് ലഭിച്ചെന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇതായിരിക്കും ഒരു എൻഡ് ഓഫ് എറ. ഇനി നമുക്ക് അടുത്തൊന്നും നമുക്ക് CWയുടെ ഭാഗത്തു നിന്ന് DC ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഷോ ഒന്നും ലഭിക്കില്ലെന്നും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. പിന്നെ ടൈലർ ഹെക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടർ ഒരു നല്ലൊരു പെർഫോമൻസ് കൂടി തന്നെയാണ് സൂപ്പർമാൻ എന്നുള്ള രീതിയിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സീരീസിൻ്റെ സീസൺ ഫിനാലയുടെ എൻഡിങ്ങിൽ നമുക്ക് ചെറിയൊരു ടീസ് ക്രിപ്റ്റോടെയും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ഞാൻ ഇത്രയും പറയുള്ളൂ, നിങ്ങൾക്ക് നല്ലൊരു സ്മോൾ വീലിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു സൂപ്പർമാൻ്റെ സീരീസ് കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർമാൻ ആൻഡ് ലൂയിസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ തന്നെയാണ്. നമ്മൾ അതിൻ്റെ സീസൺ 1 റിവ്യൂ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാമെന്ന് തന്നെയാണ് നമ്മുടെ റിവ്യൂ. ഭയങ്കര പഴയ റിവ്യൂ ആണത്, സീസൺ 1 പക്ഷേ എന്നാലും നിങ്ങൾ കണ്ടു നോക്ക്. അതുപോലെ തന്നെ DCയുടെ ഒരു ആന്റി ഹീറോ ടീം അപ്പ് സ്റ്റോറി ആയിട്ടുള്ള ക്രീച്ചർ കമാൻഡോസിനെ ഏകദേശം അതിൻ്റെ ക്രിട്ടിക്സിൻ്റെ റിവ്യൂസ് എല്ലാം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാര്യങ്ങൾ തന്നെയാണ് ക്രിട്ടിക്സ് പറയുന്നത്. അതായത് ജെയിംസ് ഗണ്ണിൻ്റെ തന്നെ സൂയിസൈഡ് സ്ക്വാഡിന് ശേഷമുള്ളൊരു ഫോളോ അപ്പ് ആണ് നമുക്ക് ഈ ക്രീച്ചർ കമാൻഡോസിൽ നമുക്ക് ലഭിക്കുന്നത് തന്നെ. ആൻഡ് മറ്റു രീതിയിലുള്ളൊരു ടാസ്ക് ഫോഴ്സ് എന്നുള്ള രീതിയിലും പല ആൾക്കാരും പറയുന്നത് നമുക്ക് കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സോ ഡിസംബർ 5 ഇത് സീരീസ് ആക്ച്വലി പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആനിമേഷൻ ആർട്ട് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആമസോണിൻ്റെ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ ഏകദേശം അതേപോലത്തെ ഒരു ആർട്ട് വർക്കാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ DCയുടെ ക്രീച്ചർ കമാൻഡോസിന്? അതിന് നമുക്ക് കുറച്ചധികം ന്യൂസ് നമ്മുടെ ഫാമിലി മാൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, വിൻ ഡീസലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പുതിയ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് വിൻ ഡീസൽ ഇത്രേ പറയുന്നുള്ളൂ, എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു സ്വൈര്യം താ. ഒരു ഭാഗത്ത് യൂണിവേഴ്സൽ പിക്ചേഴ്സ്, ഒരു ഭാഗത്ത് കോംകാസ്റ്റ്. യൂണിവേഴ്സൽ പിക്ചേഴ്സ് വന്നിട്ട് പറയുന്നു മാർച്ച് 2026 ഫിലിം തീർത്തിരിക്കണം. മറ്റടുത്ത് കോംകാസ്റ്റ് വന്നിട്ട് പറയുന്നു നമുക്ക് ഫിനാലെ ഒരു 2 അല്ലെങ്കിൽ 3 പടമായിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം, അതിനകത്ത് തന്നെ കുറേയധികം പാർട്സ് കൊണ്ടുവരണം. ഇതെല്ലാം കൊണ്ട് തന്നെ മിക്കവാറും പുതിയ ഇറങ്ങാൻ പോകുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഡിലേ ആവുമെന്നുള്ളൊരു നല്ല രീതിയിലുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് വിൻ ഡീസലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പുള്ളിക്കാരനെ ആരെങ്കിലും മര്യാദയ്ക്ക് സ്ട്രെസ് ഒന്നും കൊടുക്കാതെ വർക്ക് ചെയ്യാൻ അനുവദിക്കൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഹെയ്ലി സ്റ്റെയിൻഫീൽഡിൻ്റെ ഫാൻ ആണെങ്കിൽ ഹെയ്ലി സ്റ്റെയിൻഫീൽഡ് ഈ അടുത്തിടെ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു ജോഷ് അലൻ ആയിട്ട് തന്നെ. ജോഷ് അലൻ ആരാ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ഒരു അമേരിക്കൻ ഫുട്ബോളർ കൂടി തന്നെയാണ്. ആൻഡ് അവർ ഈയിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പറയുള്ളൂ, യങ് അവഞ്ചേഴ്സ് ഈ കാസ്റ്റിനകത്തുള്ള ആൾക്കാരെല്ലാവരും എൻഗേജ്ഡ് ആയി, ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികൾ വരെയായി, പക്ഷെ ഇപ്പോഴും സിനിമ വന്നിട്ടില്ല. എന്താണെങ്കിലും യങ് അവഞ്ചേഴ്സ് എന്നുള്ളൊരു കാര്യം മാറ്റിയിട്ട് അവരിപ്പോൾ അതിൻ്റെ പേര് തന്നെ മാറ്റാൻ ശ്രമിക്കുന്നത് അത് നല്ലൊരു നടപടി തന്നെയാണ്. കാരണം ഇങ്ങനെ പോയിക്കിനാൽ നമുക്ക് എന്താ പറയണ്ടേ, അതിനകത്തുള്ള എല്ലാവരും അപ്പൂപ്പന്മാരായിക്കിനാൽ പോലും നമുക്ക് എന്താണെങ്കിലും അങ്ങനെ ഒരു സാധനം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. സോ ഈ അടുത്തിടയിൽ ബാറ്റ്മാനകത്ത് കമ്മീഷണർ ഗോർഡന്റെ ക്യാരക്ടറിനെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന ജെഫ്രി വൈറ്റിന്റെ ഒരു ഇന്റർവ്യൂ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജെഫ്രി വൈറ്റ് പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഇനി മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാനകത്ത് പുള്ളിക്കാരന് കാണാൻ താല്പര്യമുള്ള വില്ലൻ ഏതാ എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന ആൾക്കാരെ അല്ല. പുള്ളിക്കാരൻ പറഞ്ഞത് ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂനിയർ ജെയിംസ് ഗോർഡന്റെ ക്യാരക്ടറിനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു ക്യാരക്ടറിനെ പ്രത്യേകതയാക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ളൊരു വില്ലൻ തന്നെയാണ്. ജോക്കറിനെ പോലെയല്ല, പക്ഷെ പുള്ളിക്കാരൻ്റെ കുറേ രീതിയിലുള്ള മൊറാൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ജെഫ്രി വൈറ്റ് എന്താ പറയണതെന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിറ്റി മാറ്റ് റീവ്സിൻ്റെ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റി നേരത്തെ നമ്മൾ റിഡ്ലർ വില്ലനായിട്ട് വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ജൂനിയറിനെ ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു വലിയൊരു ത്രെറ്റ് ആയിരിക്കും. അതായത് എന്ന് പറഞ്ഞാൽ ബാറ്റ്മാനെ ഇമോഷണലി മെൻ്റലി തളർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വില്ലൻ കൂടി തന്നെയാണ്. ആൻഡ് നമുക്കറിയാം കമ്മീഷണർ ഗോർഡൻ്റെ മകനായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് വേറെയും കുറേ ലേയേഴ്സും ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അവർക്ക് കൊണ്ടുവരാനും സാധിക്കുന്നത് തന്നെയാണ്. സോ ജെഫ്രി വൈറ്റ് ഇത്രയാണ് പറയുന്നത്, ജൂനിയറിനെ വില്ലനായിട്ട് കൊണ്ടുവന്നതിനാൽ ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. കാരണം പുള്ളിക്കാരൻ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബാറ്റ്മാൻ്റെ വില്ലൻ കൂടിയാണ്. സോ ഫൈനലി നമ്മുടെ കിയാനു റീവ്സിൻ്റെ കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ സിനിമയുടെ 20ാമത്തെ ആനിവേഴ്സറിയുടെ സമയത്ത് അതിൻ്റെ ഒഫീഷ്യൽ 4K ബ്ലൂറേ പ്ലസ് വിത്ത് സ്റ്റീൽ ബുക്ക് ആയിട്ട് അതിൻ്റെ ഒരു ഒഫീഷ്യൽ എഡിഷൻ റിലീസ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആണ് അതിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. ആൻഡ് ഇതല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആനിവേഴ്സറി എഡിഷൻ തന്നെ അവർ വിചാരിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സിനിമയുടെ സീക്വൽ ഇപ്പോൾ ഇൻ വർക്ക്സിൽ തന്നെയാണ്. അത് നേരത്തെ നമ്മളോട് കിയാനോ റീവ്സ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കറന്റ് പുള്ളിക്കാരൻ്റെ അപ്കമിങ് സിനിമയായിട്ടുള്ള സോണിക്കിൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് പുള്ളിക്കാരൻ ഈ ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീക്വൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായതിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയൊരു ബഡ്ജറ്റിലാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റന്റൈൻ, ലൂസിഫർ പോലത്തെ ക്യാരക്ടറിനെയൊക്കെ മീറ്റ് ചെയ്യും. നേരത്തെ ആ ഒരു ക്യാരക്ടറിന് എന്താ പറയണ്ട, ആ ഒരു പൊട്ടൻഷ്യൽ അത്രയും യൂസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. സോ എന്താണെങ്കിലും കോൺസ്റ്റന്റൈൻ 2 നമുക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഗെയിമിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് സംസാരിക്കാം. മറ്റൊന്നുമല്ല, സോ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിന്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഡിസംബറിൽ 18 ഗെയിംസ് ആണ് ആമസോൺ പ്രൈം ഗെയിമിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് AAA ടൈറ്റിൽസും എല്ലാം അവരെന്താണെങ്കിൽ ഈ ഒരു ഹോളിഡേ സീസണിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പ്രൈം കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഗെയിമിംഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും അത് പോയി ക്ലെയിം ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ആഴ്ചയുള്ള ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യങ്ങൾ തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് പരിഗണിക്കാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ awesome. See you guys next episode.